ഹായ് ഡിയേഴ്സ്, എസ് ജെ ആണ്. +1 ഇംഗ്ലീഷ് എക്സാമിനേഷൻ്റെ വെയിറ്റേജ് അറിഞ്ഞ് എങ്ങനെ നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ 2023-2024 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ പബ്ലിക് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. മാത്രമല്ല, ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻസ്, 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഏതെല്ലാമാണ് ആവർത്തിക്കുന്നത്, അതുപോലെ ജനറൽ ക്വസ്റ്റ്യൻസ് എന്തെല്ലാമാണ് ചോദിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലാസ്റ്റ് വരെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഏതായാലും 2023 പബ്ലിക് എക്സാമിനേഷന് ഈ ഒരു രീതിയിലാണ് മാർക്കിംഗ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 1 18 മാർക്കിനും, യൂണിറ്റ് 2 12 മാർക്സിനും, അതുപോലെ യൂണിറ്റ് 3 10 മാർക്സ്, ദെൻ 4 12, അഗെയിൻ 5 8 മാർക്സ്, ദെൻ 6 യൂണിറ്റ് 6 6 മാർക്സിനുമാണ് ചോദ്യം ആ വർഷം ഉണ്ടായിരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം 18 മാർക്കോളം നമുക്ക് പോയത്തെന്നും മാത്രം വന്നിട്ടുണ്ട് ആ വർഷം. അതുപോലെ തന്നെ ഗ്രാമറിനും ഒരു 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. സോ അതൊരു നല്ല ഒരു പ്രപ്പോർഷനിലായിരുന്നു ആ ഒരു തവണ പോയിട്ടുണ്ടായിരുന്നത്. പഠിച്ച ആളുകൾക്കൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന, ഗ്രാമറൊക്കെ എസ്പെഷ്യലി അറിയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു അതിൻ്റെ അകത്ത് ഓരോ ചാപ്റ്റർ വൈസിൽ നിന്നും എങ്ങനെ ചോദ്യം വന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് ഭാഗം ഞാൻ പറയുകയാണെങ്കിൽ 8 മാർക്കിൻ്റെ ചോദ്യം നോക്കുകയാണെങ്കിൽ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഒരു എസ്സേ ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ട്. വ്യൂസ് ഓൺ ഗാന്ധി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ മേലെയാണ് നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ നമ്മളോട് ചോദിച്ച ചോദ്യം എ ട്രാവൽ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് എഴുതാൻ. ഓക്കെ, അതുപോലെ തന്നെ ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്ന് വെച്ചാൽ ഏതോ ഒരു അൺനോൺ പോയിന്റ് തന്നിട്ട് നമ്മളോട് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതാൻ പറയുന്നു. ഇങ്ങനെ 8 മാർക്ക് ഇൻറ്റു 2 16 മാർക്ക്. ഇതാണ് നമുക്ക് ആ ഒരു വർഷം ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ. ഓക്കെ, ഇനി അതിന് മുമ്പേ ഉള്ള 6 മാർക്കിൻ്റെ ചോദ്യങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ സെറാഫ് ഫ്രാണഗഞ്ചി എന്ന് പറയുന്നതെന്നും ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടുണ്ട്, ഒരു പ്രൊഫൈൽ ചോദിച്ചിട്ടുണ്ട്, ദെൻ ഗൂസ്ബറീസ് നിന്ന് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നൊരു ഇമെയിൽ, ലിഹോറയിൽ നിന്നും ന്യൂസ് റിപ്പോർട്ട്, ഐ വിൽ ഫ്ലൈ എന്നൊരു ലെറ്റർ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വലിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഇതിനകത്തും വന്നിട്ടുള്ളത്. ബാക്കി നിങ്ങൾക്ക് അപ്പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഗ്രാമർ പോർഷനിൽ നിന്നും വന്ന ചോദ്യങ്ങൾ നോക്കുക. ഐ ഹാവ് ഹാസും യൂസ് ചെയ്യാനൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ എന്ന് വെച്ചാൽ കോൺകോഡ് എന്ന് പറയും, സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇത് 2024 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈസോ ആറോ ആണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇഫ് ക്ലോസ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് 2024 ചോദിച്ചിട്ടുണ്ട്, ഇഫ് ക്ലോസ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ടെൻസുമായി റിലേറ്റഡ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ എന്ത് പോകുന്നു, ആ വർഷത്തെ ഗ്രാമറും അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറും പോകുന്നു. ഇങ്ങനെയായിരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് പറയാം, ഒരു ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളങ്ങനെ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഒരു ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 20ഓളം മാർക്കിന് നമുക്ക് യൂണിറ്റ് 1 പ്രതീക്ഷിക്കാം. 14 മാർക്ക് നമുക്ക് യൂണിറ്റ് 2, 3 അതുപോലെ തന്നെ 5 പ്രതീക്ഷിക്കാം. യൂണിറ്റ് 4 ഒരു 12 മാർക്കിനും, അതുപോലെ തന്നെ യൂണിറ്റ് 6 വളരെ കുറഞ്ഞ മാർക്ക് 6 മാർക്കിനുമാണ്. ഇതായിരുന്നു നമ്മൾ വിചാരിച്ചു വച്ചിരുന്നത്. ഓക്കെ, എന്നാൽ 2024 വരുന്ന സമയത്ത് കുറച്ചുകൂടെ ചിത്രങ്ങൾ മാറുകയാണ്. എന്ന് വെച്ചാൽ പരീക്ഷ കുറച്ചുകൂടെ ഈസി ആയോ എന്ന് വെച്ചാൽ ഈസി ആയി. അപ്പം യൂണിറ്റിൽ നിന്നും ടെക്സ്റ്റിൽ നിന്നും ചോദ്യങ്ങൾ വളരെ കുറഞ്ഞു, അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വളരെ കുറഞ്ഞു എന്ന് പറയാം. യൂണിറ്റ് 1 വെറും 8 മാർക്കിനും, ഡയറക്റ്റായിട്ട് 8 മാർക്കിനും, യൂണിറ്റ് 2 17 മാർക്കിനും, യൂണിറ്റ് 3 5 മാർക്കിനും, യൂണിറ്റ് 4 9 മാർക്കിനും, യൂണിറ്റ് 5 5 മാർക്കിനും, യൂണിറ്റ് 6 വെറും 2 മാർക്കിനുമാണ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഓപ്ഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. അപ്പം മാർക്ക് അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. എത്ര ചോദ്യം വന്നു അതിനനുസരിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ഗ്രാമർ വെറും 5 മാർക്കിനാണ് ചോദിച്ചത്. കോൺകോഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈസോ ആറോ ഉപയോഗിക്കുന്നത്, അവിടെ ഹാവോ ഹാസോ എന്നതുപോലെ ഇവിടെ ഈസോ ആറോ ഉപയോഗിക്കുന്ന 1 മാർക്കിൻ്റെ ചോദ്യം. അതുപോലെ തന്നെ ഇഫ് ക്ലോസ് ഡയറക്റ്റ് ആയിട്ട് 1 മാർക്കിന്, റിപ്പോർട്ടഡ് സ്പീച്ച് പാസീവ് വോയിസ് 1 മാർക്കിനും, അതുപോലെ റിപ്പോർട്ട് സ്പീച്ച് 2 മാർക്കിനുമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ തവണത്തെ പബ്ലിക് എക്സാമിനേഷന് ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എവിടെയാണ് സാറേ ബാക്കി മാർക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ ഇത് കുറച്ച് മാർക്കല്ലേ ഉള്ളൂ. ബാക്കി മാർക്കൊക്കെ എവിടെയാണ്? നല്ലൊരു ശതമാനം മാർക്ക് നമുക്ക് ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ആ 8 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് ഒരു ചോദ്യം ഇതായിരുന്നു, യു ഹാവ് വിസിറ്റഡ് എ ഹിൽ സ്റ്റേഷൻ ഡ്യൂറിങ് ദ സമ്മർ വെക്കേഷൻസ്, റൈറ്റ് എ ട്രാവൽ എസ്സേ ടു ബി പബ്ലിഷ്ഡ് ഇൻ യുവർ മാഗസിൻ. സ്കൂൾ മാഗസിനിൽ പബ്ലിഷ് ചെയ്യാനൊരു ട്രാവൽ എസ്സേ നിങ്ങളോട് പറയുന്നു. സോ അതിന് 8 മാർക്കുണ്ട്. രണ്ടാമത്തെ ചോദ്യം അതേ ക്വസ്റ്റ്യനിൽ തന്നെ ഉള്ള പോയറ്റിക് നമുക്ക് ലൈൻസ് തന്നിട്ട് നമ്മളോട് അപ്രീസിയേഷൻ എഴുതാൻ, അല്ലെങ്കിൽ അതിന് അപ്രീസിയേഷൻ എഴുതാൻ, ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതാൻ പറയുന്നു. ഏതെങ്കിലും ഒരു ചാപ്റ്ററുമായിട്ട് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. സോ അത് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഒരു ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നൊരു സംഭവമാണ്.
പിന്നെ 25ാമത്തെ ചോദ്യം അവർക്ക് എന്താ കൊടുത്തത്? ഒരു പാനൽ ഡിസ്കഷൻ നിങ്ങളെ സ്കൂളിൽ നടന്നിട്ടുണ്ട്. ടീനേജേഴ്സ് ഓൺ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ മേലെ നിങ്ങളോട് പറയുന്നത് റൈറ്റ് എ റിപ്പോർട്ട് ഓഫ് ദ ഡോക്യുമെന്റേഷൻ ആസ് യു ആർ ദ കൺവീനർ. നിങ്ങൾ കൺവീനർ ആയതുകൊണ്ട് ആ ഒരു പ്രോഗ്രാമിന്റെ റിപ്പോർട്ട് തയ്യാറാക്കാൻ, സെമിനാർ റിപ്പോർട്ടൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത് പോലെ പാനൽ ഡിസ്കഷൻ എന്ന് പേര് മാറ്റി തന്നുള്ളൂ. ഓക്കെ, ജനറൽ ക്വസ്റ്റ്യൻ ആണത്. പിന്നെ നമുക്കൊരു പ്രൊഫൈൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വന്നത് ഒരു ചോദ്യം ഇതാണ്: പ്രോപ്പർ സൈക്കോളജിക്കൽ റീഹാബിറ്റേഷൻ മസ്റ്റ് ബി പ്രൊവൈഡഡ് ടു ദ സർവൈവേഴ്സ് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ഒന്ന് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യം. സൈക്കോളജിക്കൽ റീഹാബിറ്റേഷൻ കൂടെ അവർക്ക് കൊടുക്കണം ഈ ഇതിൻ്റെ വിക്ടിംസിന്, അല്ലേ? അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് നിങ്ങളൊരു സ്പീച്ച് നടത്താനാണ് അസംബ്ലിയിൽ. ഓക്കെ, ഇനി പക്ക ഒരു എന്താണ് ഔട്ട് ഓഫ് ചാപ്റ്റേഴ്സിൽ നിന്നൊരു ചോദ്യം ഇതാണ്: ദർ ഇസ് എ അൺയൂഷ്വൽ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സ്ട്രേ ഡോഗ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ പരിസരത്ത് ഒരു വർധനവുണ്ടായിട്ടുണ്ട് നമ്മളെ തെരുവ് നായകളുടെ. ഓക്കെ, വിച്ച് ഹാസ് ബിക്കം എ മെനൻസ്. അതൊരു വലിയ ത്രെട്ടായിട്ട് മാറിയിട്ടുണ്ട്. റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് എ ലീഡിംഗ് ന്യൂസ് പേപ്പർ സജസ്റ്റിംഗ് റെമഡിയൽ മെഷേഴ്സ്. നിങ്ങളൊരു എഡിറ്ററിന്, ന്യൂസ് പേപ്പർ എഡിറ്ററിന് എന്ത് ചെയ്യണം? അതിന് കുറിച്ചൊരു റെമഡിയൽ മെഷേഴ്സ് ചോദിച്ചുകൊണ്ടൊരു ലെറ്റർ അയക്കാനാണ്, എഡിറ്ററിന് ഒരു ലെറ്റർ അയക്കാനാണ്. മറ്റൊരു ചോദ്യം: പ്രിപ്പയർ എ ട്രാവൽ ഇൻഫോ ഓഫ് ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഓഫ് യുവർ ചോയ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്തെ കുറിച്ചൊരു ട്രാവൽ എസ്സേ നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇനിയും ഉണ്ട് ഇതിനകത്ത്. ഞാൻ പറഞ്ഞ പ്രൊഫൈൽ ഞാൻ പറഞ്ഞു അല്ലേ, ഇതിനകത്ത് ഇനിയും ഉണ്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ജനറൽ ടൈപ്പായിട്ട് എന്നാൽ ചാപ്റ്ററിൻ്റെ പേരൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ഒരു പേര് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളോട് പറയാണ്, നിങ്ങൾ സയൻസ് ക്ലബ്ബ് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, സ്റ്റീഫൻ ഹോക്കിങ്സിനെയാണ് അതിൽ ഇനോഗ്രേറ്റ് ചെയ്യാൻ വിളിക്കുന്നത്, നിങ്ങൾ അദ്ദേഹത്തിന് ഒരു ഇമെയിൽ അയക്കണം. ജനറൽ ക്വസ്റ്റ്യൻ ആണത്, അല്ലേ? അല്ലാതെ ആ ചാപ്റ്ററുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല. സോ അത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു വർഷം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ സാധിച്ചിട്ടുണ്ട്. 2024 കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ ഈ മുമ്പേ ഉള്ള നമ്മുടെ ആ ഒരു ആവറേജ് പാറ്റേൺ നോക്കി പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാര്യമില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഫുൾ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്തിനെ കുറിച്ചിട്ട്, ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഡിസ്കോഴ്സസിനെ കുറിച്ചാണെങ്കിലും. ഇപ്പോൾ പാനൽ ഡിസ്കഷൻ ഞാൻ പറഞ്ഞില്ലേ, ട്രാവൽ ഇൻഫോ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതുപോലെയുള്ള സാധനങ്ങളാണെങ്കിലും, ഇനി നമുക്ക് ഗ്രാമർ ആണെങ്കിലും ഏത് വരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ നമുക്കൊരു സിലബസ് ഉണ്ട്, ആ സിലബസിനകത്തുള്ള സാധനങ്ങളെ വരുള്ളൂ താനും. ഇപ്പോൾ കഴിഞ്ഞ വർഷം പാസീവ് വോയിസ് ഇല്ല, ഈ വർഷം പാസീവ് വോയിസ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഈ ഏതെല്ലാം കോൺകോഡ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഇഫ് ക്ലോസ് വരുന്നുണ്ട്. അപ്പോൾ ഈ വർഷം ഉണ്ടാവണോ ഒന്നും നിർബന്ധമൊന്നുമില്ല, പക്ഷേ നമ്മളത് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് പോകണം. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് നിങ്ങൾ എന്തിനു പോകാൻ പാടുള്ളൂ, പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ ഇന്നത് മാത്രം പഠിച്ചിട്ട് മറ്റത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പബ്ലിക് ലൈവിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വരാനിരിക്കുന്ന പബ്ലിക് ലൈവുകൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഉപയോഗപ്പെടും. നിങ്ങളത് ഉപയോഗപ്പെടുത്തുക. അങ്ങനെ നമുക്ക് ഒരു ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് പരീക്ഷാ ഹാളിലേക്ക് പോകാം. ഓൾ ദി ബെസ്റ്റ്.